നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ശരിക്കും പറഞ്ഞാൽ പല കണ്ടുപിടുത്തങ്ങൾക്ക് ആരോഗ്യ മേഖലയിലെ പുതിയ മുന്നേറ്റത്തിനൊക്കെ സഹായകമാകും. ഒപ്പം തന്നെ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുമുണ്ട്. അതായത് ഈ നിർമ്മിതിയുടെ ബുദ്ധി അമിതമായുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ അത് ഭ്രാന്തനാക്കും മനുഷ്യനെ എന്നും പറയുന്നുണ്ട്. ഈ നിർമ്മിത ബുദ്ധി യഥാർത്ഥത്തിൽ നല്ലതാണ് എന്നാണ് കൂടുതൽ പേരും ചിന്തിക്കുന്നത്. അതിൻ്റെ പഠനങ്ങളും അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിച്ചുകൂടെ? അതെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ നിർമ്മിത ബുദ്ധി പുതിയ കാലത്തിന് പുതിയ മുഖം നിർമ്മിക്കുന്നതിൽ വ്യാപൃതമാണ്. നമ്മുടെ കാലത്തെ മുഴുവനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മളുടെ തെരുവുകളിൽ ഡ്രൈവറില്ലാതെ ഓടുന്ന കാറുകളും അതേപോലെ തന്നെ ബസ്സുകളും ഓട്ടോറിക്ഷകളൊക്കെ വ്യാപൃതമാകും എന്നാണ് പറയപ്പെടുന്നത്. സാധ്യമായിരിക്കാം. നമ്മുടെ റോഡുകളുടെ സ്വഭാവം മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ റോഡിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഡ്രൈവറില്ലാതെ വാഹനമൊക്കെ ഓടാൻ പറ്റില്ല. കാരണം നമ്മളുടെ റോഡുകളുടെ സ്ഥിതി പരിതാപകരമാണ്. പക്ഷെ അതൊക്കെ മാറ്റി ആധുനിക കാലത്തിനനുസരിച്ച് വിസ്മയകരമായിട്ടുള്ള രീതിയിൽ ഈ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് ഡ്രൈവർമാർ ആവശ്യമില്ല എന്നൊരു സ്ഥിതി വരും. അതൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മളുടെ ഇവിടെ യാഥാർത്ഥ്യമാകുക എന്ന് പറയാനായിട്ട് പറ്റില്ല. അത് വലിയ ഒരു സാധ്യത നമ്മളുടെ ഈ തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. തൊഴിൽ മേഖലയ്ക്ക് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. കാരണം ഡ്രൈവർമാർക്കൊന്നും പണിയില്ലാണ്ടാവും. അതെ, അവർക്ക് വേറെ ജോലി കണ്ടെത്തേണ്ടതായിട്ട് വരും. അത് അവരുടെ കാര്യത്തിൽ മാത്രമല്ല, അത് എല്ലാ മേഖലയിലും. ഇപ്പോൾ ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത എന്ന് പറയുന്ന മേഖലകളിൽ ഒരുപാട് പുരോഗതി ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു ക്യാൻസർ അതിൻ്റെ ഒരു റൂട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ സഹായമാകും. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ. അപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കിയാൽ അതിനെ ഒന്ന് റീവർക്ക് ചെയ്യാനൊക്കെ എഐക്ക് സാധിക്കില്ലേ? അത് അവരിപ്പോൾ പല സയൻറ്റിസ്റ്റുകളും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവരൊരു കണ്ടുപിടുത്തത്തിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലവിലുള്ള മോഡലുകൾ അവർ അവതരിപ്പിക്കും. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആ മോഡലുകൾ ഏൽപ്പിച്ചിട്ട് അതേപോലെ നൂറുകണക്കിന് മോഡലുകൾ വർക്കൗട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിമിഷാനങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് മോഡലുകൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്യേണ്ടിരിക്കുന്നതായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾക്ക് മെഷീൻ വെച്ചിട്ട് തന്നെയാണ് അത് ഒബ്സർവ് ചെയ്യുന്നത്. അതിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് അവർ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏത് മോഡലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അങ്ങനെ ഏറ്റവും മികച്ച ഉപകരണങ്ങൾ കണ്ടെത്താനായിട്ട്, മെഡിക്കൽ ഉപകരണങ്ങൾ കണ്ടെത്താനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കത്രറ്റർ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഈ കത്രറ്റർ ഉപയോഗിക്കുന്നവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ ചില മുന്നേറ്റങ്ങൾ, ഇപ്പോൾ കാലിഫോർണിയയിലെ തന്നെ ഒരു ഡോക്ടർ, അതായത് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു ഡോക്ടറാണ് അനിമ അനന്തകുമാർ. അവർ ചില പ്രപ്പോസലൊക്കെ മുന്നോട്ട് വെച്ചിട്ടില്ലേ? അനിമ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാത്തറേജ് സാധാരണ രീതിയിൽ കിടപ്പ് രോഗികൾ ഉപയോഗിക്കുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞതിനിടയിൽ മൂത്രം ട്യൂബ് വഴി, അതായത് സ്വന്തമായിട്ട് മൂത്രമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ എന്നുവെച്ചാൽ അവരുടെ ആ തരത്തിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി കുറയും. പക്ഷേ മൂത്രം ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കിടപ്പ് രോഗികൾക്ക് മൂത്രം അവരറിയാതെ തന്നെ അത് പുറത്തു പോകുന്നതിനുള്ള സംവിധാനമാണ് കാത്തറേജ് വഴി സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ അതായത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയും ട്യൂബ് ഇടുന്നു മൂത്രം ഒഴിക്കാനായിട്ട്. ഒരു സഞ്ചിയിൽ ആ മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാസത്തിലൊരിക്കലും അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് വലിയ തോതിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും നമുക്ക് ഈ കിടപ്പ് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. ആസ്പത്രി ജീവിതമാണ് പിന്നീട് അവർക്ക് പറ്റുകയുള്ളൂ. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ വരാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ആനന്ദ്കുമാർ അവർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും ഉന്നതമായിട്ടുള്ള ബിരുദമുള്ളവരാണ്. ആ മേഖലയിലാണ് അവരുടെ പഠനങ്ങളൊക്കെ നടത്തുന്നത്. അവരവരുടെ ടീമിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാത്തറേജിൻ്റെ പലതരത്തിലുള്ള മോഡലുകൾ, അവർ പറഞ്ഞ 100ലധികം മോഡലുകൾ ഉണ്ടാക്കിയെന്നാണ്. ജോമെട്രിക്കൽ മോഡലുകളായിരുന്നു. അപ്പോൾ ഈ പ്രത്യേക തരത്തിലുള്ള ജോമെട്രിക്കൽ മോഡലുകൾ വെച്ചിട്ട് അവരതിനകത്ത് പരീക്ഷണം നടത്തിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരിക്കലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷൻ വരില്ല എന്ന് പറയാം. അത് ലോകത്തുള്ള മുഴുവൻ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വരപ്രസാദം പോലെ വരുന്ന ഒരു പ്രതീക്ഷ അതിനകത്ത് നൽകപ്പെടുന്നുണ്ട്. അതെപ്പോഴാണ് ഇന്ത്യയിൽ വരിക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ AI ഹാലൂസിനേഷൻസിന് കഴിയുന്നുണ്ട് എന്നാണ്
പൊതുവെ സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ സൃഷ്ടിപരയുടെ കാര്യം പറയാം, ക്രിയേറ്റിവിറ്റിയുടെ കാര്യം. അതെ. ആ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ക്രിയേറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ, എഴുത്തുകാർ, അതേപോലെ തന്നെ കവികൾ, അവരൊക്കെ മദ്യപാനം നടത്താറുണ്ട്. അതെ. നമ്മൾ സാധാരണ പറയുന്നത് സാഹിത്യകാരൻ മറ്റുമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സാഹിത്യത്തെ നല്ല രീതിയിൽ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മദ്യപാനം നടത്തുന്നത് വെച്ചാൽ അത് ഈ തലച്ചോറിനെ ഉദ്ദീപനം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഹാലൂസിനേഷൻസ് അത്തരത്തിൽ വലിയ പ്രൊവക്കേഷൻസ് നമ്മളുടെ സർഗശേഷിക്കുണ്ടാക്കും എന്നാണ് സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കൊല്ലം നോബൽ സമ്മാനം ലഭിച്ച, കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ച ഡേവിഡ് ബേക്കർ, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ മേഖലയിലാണ്. പുതിയ പുതിയ പ്രോട്ടീനുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ അൺനാച്ചുറലാണ്, പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രോട്ടീനുകളല്ല. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പഠനം നടത്തി അല്ലെങ്കിൽ മനസ്സിലാക്കി അനാലിസിസ് നടത്തി അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ച നോബൽ സമ്മാനം കൊടുക്കുന്ന കമ്മിറ്റി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഒരു ഇമ്പോസിബിളായിട്ടുള്ള, വളരെ അസാധ്യമായിട്ടുള്ള ഒരു നേട്ടമാണ് എന്നാണ് പറഞ്ഞത് ഇയാൾ തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് സയൻറ്റിസ്റ്റുകളൊക്കെ ബേക്കറോട് ചോദിച്ചു, ഡേവിഡ് ബേക്കറോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ ചിന്തിക്കാനും ഈ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിക്കാനും എന്നെ വളരെയധികം പ്രേരിപ്പിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. അതിൽ നിന്ന് രൂപപ്പെടുന്ന ഹാലൂസിനേഷൻസാണ് പുതിയ പുതിയ ആശയങ്ങളിലേക്ക് കൊണ്ടുപോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ നമ്മളുടെ തലച്ചോറിനകത്ത് ജനിപ്പിക്കാനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹാലൂസിനേഷൻസിന് കഴിയുന്നുണ്ട്. വെറുതെ അതൊരു ഭ്രമരമല്ല, വെറുതെ ഒരു ഭ്രാന്തല്ല, പക്ഷേ ആ ആളുടെ ഈ ക്രിയേറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് കപ്പാസിറ്റി ഒക്കെ കൂട്ടും. അങ്ങനെ കൂട്ടി പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ കേരളത്തിലും അതേപോലെ ഇന്ത്യയിലൊക്കെ ഇതിനെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ കണ്ടുപിടുത്തത്തിന് കൂടുമ്പോൾ സാധാരണ ഇതിലൊരു കണ്ടുപിടുത്തം നടത്തുക അല്ലെങ്കിൽ ഒരു പുതിയ സാധനത്തെ ഉരുത്തിരിച്ചുകൊണ്ട് കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ മാസങ്ങൾ മുതൽ വർഷങ്ങൾ നീളുന്ന പ്രയത്നമാണ്. എത്രയോ നാൾ അതിൻ്റെ പിന്നാലെ നടന്നാലായിരിക്കും ഒന്ന് ചെയ്ത് പോകുന്നത്. ഇത് പക്ഷേ ഒരു ദിവസം മുതൽ മണിക്കൂറുകൾക്കുള്ളിൽ വരെ ഇതിൻ്റെ ഒരു പുരോഗതി വിലയിരുത്താനും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകാനും പറ്റും. അപ്പം മനുഷ്യൻ്റെ ആ പ്രയത്നത്തിന് വലിയ സ്പീഡ്, സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്നു. സ്വപ്നങ്ങൾ കാണുകയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പലപ്പോഴും ഈ ശാസ്ത്ര മേഖലയിൽ നടക്കുക എന്നുള്ളത് നമുക്കറിയാം. ശാസ്ത്രം അങ്ങനെയാണ്, നമ്മൾ ഇന്നത്തെ സ്വപ്നമാണ് നാളത്തെ യാഥാർത്ഥ്യമായി തീരുന്നത്. ഇപ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ആൽഡസ് ഹക്സ്ലി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദി ബ്രേവ് ന്യൂ വേൾഡ്, ധീരനൂതന ലോകം. ആ പുസ്തകത്തിനകത്താണ് ആദ്യമായിട്ട് ടെസ്റ്റ് ശിശുവിനെ കുറിച്ചുള്ള സങ്കല്പം വരുന്നത്. അതൊരു ഡ്രീം മാത്രമായിരുന്നു, പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമായി. അങ്ങനെ ഇവർ കാണുന്ന ഈ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമായി തീരുകയാണ് ചെയ്യുന്നത്. പക്ഷേ വളരെ വർഷങ്ങൾ എടുത്തിട്ടായിരുന്നു അന്ന് സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ മുഖമുണ്ടായത്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇത് വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള ഇതൊരു പ്രോസസ്സാണ്. ഈ സ്വപ്നം കാണുകയും സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഈ AI ഹാലുസിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ലാൻഡ് ഫോൺ കാലഘട്ടത്തിൽ നിന്ന് മൊബൈൽ ഫോൺ കാലഘട്ടത്തിലേക്ക് എത്താൻ നമുക്ക് കുറേ വർഷങ്ങൾ അല്ലേ? ഒരു കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പീഡിൽ പോകുന്ന മോട്ടോർ കാറുകളിലേക്ക് എത്താൻ കുറേ വർഷങ്ങൾ വേണ്ടി വരും. ഈ വർഷങ്ങളുടെ ദൈർഘ്യം വളരെ പെട്ടെന്ന് കുറയും. അതെ, അതിപ്പോൾ എല്ലാ കാര്യത്തിലും കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു 4ാം വ്യവസായ വിപ്ലവ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. 1ാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലം കഴിഞ്ഞെന്ന് വെച്ചാൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കപ്പെട്ടിട്ട് വന്ന ആ ഒരു പ്രക്രിയ വളരെ വർഷങ്ങൾ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ടെലിഫോൺ, ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ, പിന്നെ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇതിപ്പോൾ അവസാനം ഈ ഡ്രോണുകളുടെ ഒരു കാലത്തേക്കൊക്കെ നമ്മൾ വളർന്ന് വികസിക്കുന്ന ഒരു സ്ഥിതിയിൽ വന്നല്ലോ. ഇതെത്ര ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹാലൂസിനേഷൻസ് നമ്മളുടെ ഇത്തരത്തിലുള്ള ചിന്തകളെ എന്നുവെച്ചാൽ ഇന്നോവേറ്റീവ് കപ്പാസിറ്റിയെ വളരെ വേഗത്തിലാക്കും. എന്നുവെച്ചാൽ ആക്ച്വലി ഇത് ഒരു കാറ്റലിസ്റ്റാണ്. അപ്പോൾ ഈ മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ AI നമ്മളെ ഭ്രാന്തനാക്കുമെന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് ഒരു സൈഡിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. ഭ്രാന്തന്മാരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പലരുടെയും ഇങ്ങനെ ഉള്ള ഈ മെഷീൻ ലോകത്തിൻ്റെ
ചിന്തകൾ, അതെ ചില കഥകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതെ ആ കഥകളിൽ ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ഒരു റോബോട്ടിനെ നിർമ്മിക്കുന്നു. ആ. എന്നിട്ട് ഈ റോബോട്ടിനെ മുന്നിൽ വെച്ചിട്ട് റോബോട്ടും അദ്ദേഹം കൂടി ചെസ് കളിക്കായിരിക്കും. ആ. ചെസ് കളിക്കുമ്പോഴൊക്കെ ജയിക്കുന്നത് റോബോട്ടാണ്. ആ. സയൻറ്റിസ്റ്റിന് നിർമ്മിതിയാണ് ആ. റോബോട്ട്. പക്ഷേ എപ്പോഴും സയൻറ്റിസ്റ്റ് വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഈ സയൻറ്റിസ്റ്റ് എന്തെന്ന് വെച്ചാൽ കള്ളക്കൊതി എടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ആ. ഒന്നിന് ഈ റോബോട്ട് എന്തെന്ന് വെച്ചാൽ ഇയാളെ പിടിച്ച് ഞെക്കി കൊന്നുകളയും. എൻ്റെ അടുത്ത് കള്ളത്തരം അതെ. കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അതൊരു സാധ്യതയുണ്ട്. അതെ, പണ്ട് രജനീകാന്ത് നായകനായിട്ടൊരു സിനിമ വന്നിരുന്നു. അദ്ദേഹം കുറെ റോബോട്ടിനൊക്കെ വെച്ചിട്ട് അല്ലേ, ആകെയുള്ള പ്രശ്നം തലച്ചോറ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അതാണ്. അപ്പോൾ ഈ AI എന്ന് പറയുന്നത് ഗുണകരവുമാണ്, ഒപ്പം ദോഷകരം. അതെല്ലാ മെഷീനും അങ്ങനെ തന്നെയല്ലേ? അല്ല, മെഷീൻസ് കണ്ടുപിടിക്കപ്പെട്ട കാലം മുതൽ തന്നെയുള്ളൊരു വിഷയമാണ്. മനുഷ്യനാണ് അതൊക്കെ നിർമ്മിക്കണമെങ്കിലും കുറേ കഴിയുമ്പോൾ ഈ മെഷീൻസ് മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് വരും. അതൊരു വലിയ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. ആ പ്രശ്നം ഈ കാര്യത്തിലും ഉണ്ടാകും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു പുതിയ കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിലാക്കി മാറ്റി തീർക്കാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ സ്പീഡാണ് പ്രശ്നം. വളരെ സ്പീഡിയായിട്ട് നമ്മുടെ സയൻസിൻ്റെ ലോകം വളരെയും വികസിക്കുകയും ചെയ്യണം. അതിലൊരു വയസ്സ് ഭ്രാന്തിൻ്റെ ഒരു അംശം ഉണ്ടാകാം, അത് ശരിയാണ്. പക്ഷേ നമ്മൾ അതൊഴിവാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് ലോകത്തെ വളരെ മികച്ചതാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ നാട് മാറട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.